വിറയ്ക്കുന്ന കാലുകളോടെയാണ് ഡോക്ടറുടെ മുറിയിൽ നിന്നും അവൾ പുറത്തേക്കിറങ്ങിയത്. അവൾക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി. ഹൃദയം നിലച്ചതുപോലെ. മുൻപിലുള്ള കാര്യം ആലോചിക്കുമ്പോൾ അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും വല്ലാത്ത പ്രയാസം തോന്നി. അവളുടെ കാലുകൾ നടന്നു നീങ്ങിയത് വരാന്തയുടെ അറ്റത്തേക്കായിരുന്നു. അധികം ആരും ഉണ്ടായിരുന്നില്ല അവിടെ. വല്ലാത്തൊരു നിശബ്ദത അവിടം തളം കെട്ടി നിന്നിരുന്നു. ജനാലയ്ക്കരികിൽ ചെന്നു നിന്നവൾ പുറത്തേക്ക് നോക്കി. പുറത്ത് നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. ജനാലയുടെ പുറംഭാഗം മഴച്ചാറ്റൽ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ആ മഴത്തുള്ളികൾ പുറത്തെ കാഴ്ചകളെ മറച്ചു പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവളുടെ കണ്ണുകൾ അതിനേക്കാൾ ഏറെ നിറഞ്ഞതുകൊണ്ടാകണം അവൾക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. തൊണ്ടക്കുഴിയിൽ അതികഠിനമായൊരു വേദന വന്നു തടഞ്ഞു നിൽക്കുന്നത് പോലെ. നെഞ്ചിൽ നിറഞ്ഞിരിക്കുന്ന ഭാരം അവയെ പുറത്തേക്കൊഴുക്കി വിടാനായി വെമ്പൽ കൊള്ളുന്നു. അവൾ നനഞ്ഞ കണ്ണുകളോടെ കയ്യിലായി പിടിച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിലേക്കൊന്ന് നോക്കി. മീര. തൻ്റെ പേര് അതിൽ എഴുതിയിട്ടുണ്ട്. കണ്ണുകൾ അതിൽ നിന്നും വീണ്ടും താഴേക്ക് ചലിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്ന വാക്കുകളിൽ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു. ബ്ലഡ് ക്യാൻസർ. അവളുടെ കണ്ണിൽ നിറഞ്ഞു നിന്നിരുന്ന കണ്ണുനീരിൽ ഒരു തുള്ളി അടർന്നു വീണ് ആ അക്ഷരങ്ങളെ നനച്ചു. തൻ്റെ കണ്ണീരിൽ കുതിർന്നു കിടക്കുന്ന ആ അക്ഷരങ്ങളിലേക്ക് അവൾ വീണ്ടും നിറക്കണ്ണുകളോടെ നോക്കി. അവൾക്ക് നെഞ്ച് കീറി പറയുന്നതുപോലെ ഒരു വേദന വീണ്ടും തോന്നി. കാതുകൾ ആരോ കൊട്ടിയടച്ചതുപോലെ. അവളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു. ആരുമില്ലാതെ നിശബ്ദമായി കിടക്കുന്ന ആ വരാന്തയിൽ അവളുടെ കരച്ചിൽ ചീളുകൾ 100 കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. കുറച്ചു സമയം മുൻപ് വരെ, കൃത്യമായി പറഞ്ഞാൽ ഡോക്ടറുടെ നാവിൽ നിന്നും അത് കേൾക്കുന്നത് വരെ തൻ്റെ ഹൃദയം എത്ര സമാധാനത്തിലായിരുന്നു. ഇടയ്ക്ക് വരുന്ന തലക്കറക്കവും ഛർദിയും തന്നെ വല്ലാതെ അലട്ടിയിരുന്നെങ്കിലും ഇത്രത്തോളം ഭീകരത അതിനില്ലായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ലാസ്റ്റ് സ്റ്റേജാണ്. ഏറിയാൽ 1 വർഷം. അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് പറയുമ്പോൾ ഡോക്ടറുടെ സ്വരവും വല്ലാതെ വിറച്ചിരുന്നു. ആ മനുഷ്യൻ്റെ കൺകോണിലും നനവ് പടർന്നിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളെപ്പോലെ, ചിറകറ്റുപോയൊരു പക്ഷിയെപ്പോലെ അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. കണ്ണുകൾ അടച്ച് ആ ചുമരിൽ ചാരിയിരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലും മനസ്സിലും നിറഞ്ഞു നിന്നത് ഒരേ ഒരു മുഖമായിരുന്നു. 5 വയസ്സ് മാത്രം പ്രായം വരുന്ന തൻ്റെ പൊന്നുമോളുടെ. തൻ്റെ കുഞ്ഞ്. അവളുടെ ഹൃദയത്തിൽ നിന്നും വീണ്ടും ചോര പൊടിഞ്ഞു. അല്പസമയം അതേ ഇരുത്തമിരുന്ന ശേഷം അവൾ പതിയെ ഫോണെടുത്ത് നിർമ്മലേച്ചി എന്ന് സേവ് ചെയ്തിരുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. അമ്മേ എന്ന വിളി കേട്ടാണ് മീര കണ്ണു തുറന്നത്. തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി തൻ്റെ അരികിലായി ഇരിക്കുന്ന ആ കുഞ്ഞു മുഖം കാണുമ്പോൾ അവളുടെ നെഞ്ച് പിളരുന്നുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ വേദന തൻ്റെ കുഞ്ഞ് അറിയരുതെന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ തൻ്റെ കുഞ്ഞിൻ്റെ കവിളിലൊന്ന് തലോടി. വരുത്തി തീർത്തൊരു പുഞ്ചിരി തൻ്റെ മകൾക്കായി കൊടുക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിർമ്മലേച്ചിയെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകളും കരഞ്ഞു കലങ്ങിയിരുന്നു. അവൾ ദയനീയമായി അവരെ ഒന്ന് നോക്കി. തൻ്റെ കുഞ്ഞ്. അവളുള്ളതുകൊണ്ട് മാത്രമാണ്, അവൾക്ക് വേണ്ടി മാത്രമാണ് താൻ ഇത്രകാലം ജീവിച്ചത്. അല്ലെങ്കിൽ താൻ എന്നേ മരിച്ചു പോയേനെ. ആ തൻ്റെ കുഞ്ഞിനെ വിട്ട് താൻ എങ്ങനെ ഈ ലോകത്തു നിന്നും പോകും? താൻ പോയാൽ തൻ്റെ കുഞ്ഞെങ്ങനെ ഈ ലോകത്ത് തനിച്ച് ജീവിക്കും? എന്തിനാ ദൈവമേ ഇങ്ങനെയൊരു പരീക്ഷണം? എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. എനിക്ക് ജീവിക്കണമായിരുന്നു ദൈവമേ. എനിക്കിനിയും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കണമായിരുന്നു. മീര മൗനമായി ദൈവത്തിനോട് കെഞ്ചി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. ഒരു കുഞ്ഞിളം കൈകൾ ആ ചുടു കണ്ണീർ തുടച്ചു മാറ്റിയപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. അമ്മ കരയാണോ? ധ്വനി എന്ന പാറുമോൾ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവളുടെ കുഞ്ഞി കണ്ണുകളും നിറഞ്ഞിരുന്നു. ഏയ് ഇല്ലടാ പൊന്നെ, അമ്മ കരഞ്ഞില്ലാലോ. മീര തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. പാറുമോൾ അവളുടെ നെഞ്ചോട് ചേർന്നു കിടന്നു. അമ്മയ്ക്ക് വേദനയുണ്ടോ? ഉണ്ടെങ്കിൽ അത് വേഗം മാറിപ്പോവും ട്ടോ. അവളുടെ നെഞ്ചിൽ നിന്നും അടർന്നു മാറാതെ തന്നെ പാറുമോൾ പറഞ്ഞു. മീരയുടെ നെഞ്ചിൽ വീണ്ടും ചോര പൊടിഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചുകൊണ്ട് പാറുമോളുടെ മൂർധാവിൽ ചുംബിച്ചു. അപ്പോഴും അവളുടെ കണ്ണുകൾ ആ കുഞ്ഞു മുടിയിലേക്ക് വീണുകൊണ്ടേയിരുന്നു. എല്ലാം കണ്ടു നിൽക്കുന്ന നിർമ്മലേച്ചിയുടെ കണ്ണുകളും വീണ്ടും നിറഞ്ഞു വന്നു. ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ അവർ വിതുമ്പുന്ന ചുണ്ടുകളോടെ മുറിക്ക് പുറത്തേക്ക് നടന്നു. പിന്നീട് കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടന്ന ശേഷമാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത്. അവൾക്ക് എല്ലാത്തിനും ഒരു കൂട്ടായി, താങ്ങും തണലുമായി നിർമ്മലേച്ചി ഉണ്ടായിരുന്നു. അല്ല, നിർമ്മലേച്ചി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്.
നിർമ്മലേച്ചിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും അവളുടെ ഹൃദയം അവരോടുള്ള നന്ദിയാൽ നിറയുമായിരുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും പാറുമോള് ഉറക്കം പിടിച്ചിരുന്നു. നിർമ്മലേച്ചിയാണ് അവളെ മുറിയിൽ കൊണ്ടുചെന്ന് കിടത്തിയത്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, മോൾ ഇത്തിരി നേരം കിടന്നോ എന്നും പറഞ്ഞ് നിർമ്മലേച്ചി താഴേക്ക് പോയതും അവൾ പതിയെ ബെഡിലേക്കിരുന്നു. ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്ന തൻ്റെ കുഞ്ഞിനെ അവളൊന്ന് നോക്കി. പിന്നെ പതിയെ ആ മുടിയിൽ തലോടിക്കൊടുത്തു. ഇപ്പോൾ മീരയറിയുന്നുണ്ട് ഒരമ്മയുടെ വേദന. ഒരുപാട് സ്നേഹം തന്ന് വളർത്തി വലുതാക്കിയ അവരെ മറന്ന് ഒരു ദിവസം രാത്രിയിൽ സ്നേഹിച്ചവൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നപ്പോൾ അവരനുഭവിച്ച വേദന എത്രമാത്രമായിരിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതും തൻ്റെ മകൾ എവിടെയാണെന്ന് പോലും അറിയാതെ അവർ എത്രമാത്രം തീ തിന്നു കാണും. അവൾക്ക് വല്ലാത്ത വേദന തോന്നി. അവർ തന്നെ ഒരിക്കലും ശപിക്കില്ല. അവരുടെ ശാപമല്ലെങ്കിലും തന്നെയോർത്ത് അവർ തിന്ന തീയുടെ അനന്തരഫലമായിരിക്കും ഒരുപക്ഷെ താനിന്ന് അനുഭവിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഗോപൻ, അതായിരുന്നു അവൻ്റെ പേര്. അവളുടെ കൂടെ ജോലി ചെയ്തിരുന്നവൻ. അവളുടെ നല്ലൊരു സുഹൃത്തായിരുന്നു അവൻ. 1 വർഷത്തെ പരിചയത്തിന് ശേഷം ഗോപനാണ് തൻ്റെ ഉള്ളിലെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞത്. ഗോപനെ തനിക്ക് നല്ലൊരു സുഹൃത്തായി മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മീര ആ ഇഷ്ടത്തെ തള്ളിക്കളയുമ്പോൾ ഗോപൻ പതിയെ അവളിൽ നിന്നും അകന്നു തുടങ്ങി. ഒരു പരിധിക്കപ്പുറം അവൻ മീരയിൽ നിന്നും അകന്നതും അവൾക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. അതുവരെ എപ്പോഴും തമ്മിൽ സംസാരിച്ചിരുന്ന, എല്ലാ കാര്യവും പരസ്പരം പങ്കുവച്ചിരുന്ന അവനുമായുള്ള ഓർമ്മകൾ അവളെ വേട്ടയാടി തുടങ്ങി. അപ്പോഴാണ് എപ്പോഴോ താനും അവനെ സ്നേഹിച്ചിരുന്നു എന്നവൾ മനസ്സിലാക്കിയത്. ഇനിയും അവൻ്റെ അവഗണന തനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞതും മീര അവൻ്റെ ഇഷ്ടം അംഗീകരിച്ചു. പിന്നീട് അവരുടെ ലോകമായിരുന്നു. സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിലേക്ക് മാറിയപ്പോൾ അതെല്ലാം അവൾക്ക് തീർത്തും പുതിയൊരു അനുഭവമായിരുന്നു. പരസ്പരം കൈകോർത്തതും വല്ലപ്പോഴും നേർത്ത ചുംബനങ്ങളാൽ മാത്രം സ്നേഹം പങ്കുവച്ചതും അവളിൽ വല്ലാത്തൊരു അനുഭൂതി നിറച്ചിരുന്നു. ഇടയ്ക്ക് ഗോപൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ അലസമായി ഇഴഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൾക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നി. എവിടെയോ ഒരു കുറ്റബോധം പോലെ. വേണ്ട ഗോപൻ, ഇങ്ങനെയൊന്നും ഇപ്പോൾ വേണ്ട. അവൾ അത് പറഞ്ഞ് അവനെ തന്നിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ അവൻ്റെ മുഖം മാറിയത് മീര അറിഞ്ഞിരുന്നില്ല. പിന്നീട് 1-2 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ലൊരു കല്യാണാലോചന വന്നു. അന്വേഷിച്ചപ്പോൾ നല്ല തറവാട്ടുകാർ, അതിലുപരി നല്ലൊരു പയ്യനും. ഡോക്ടറാണ് ആള്. അവൻ പരിശോധിച്ചവർക്കെല്ലാം അവനെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന മനുഷ്യത്വമുള്ളൊരു ഡോക്ടർ. അതായിരുന്നു അവൻ. അവളുടെ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും അവനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. മീരയുടെ ഒരു മറുപടി മാത്രം മതിയായിരുന്നു ആ വിവാഹം നടക്കാൻ. എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടാണ് അവൾ ഗോപനുമായുള്ള തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത്. അത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. കുടുംബത്തിൽ പലരിൽ നിന്നും മുറുമുറുപ്പുകൾ ഉയർന്നു. പക്ഷേ അപ്പോഴും മീര നോക്കിയത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്കാണ്. ഒന്നും പറയാതെ തല കുനിച്ചിരിക്കുന്നവരെ കണ്ട് അവൾക്ക് വല്ലായ്മ തോന്നി. എങ്കിലും അതിനേക്കാൾ ഒരു പടി മുകളിലായിരുന്നു ഗോപനോടുള്ള അവളുടെ സ്നേഹം. ആ സ്നേഹത്തിനു മുൻപിൽ അവൾ അവരുടെ വേദന കാണാൻ ശ്രമിച്ചില്ല. എല്ലാവരും എന്തൊക്കെയോ പിറുപിറുത്തപ്പോൾ ഒന്നും പറയാതെ അച്ഛൻ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അതിനു പിന്നാലെ തന്നെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ അമ്മയും അച്ഛനും ഉള്ളിലേക്ക് പോയതും അവൾ പതിയെ ഒന്ന് ചുറ്റും നോക്കി. കുറച്ചു മാറി തന്നെ നോക്കി നിൽക്കുന്ന ഏട്ടനെ കണ്ടു. താൻ നോക്കുന്നത് കണ്ടതും ഏട്ടനും ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. അപ്പോഴവൾക്ക് വല്ലാത്ത വേദന തോന്നി. കുഞ്ഞുനാൾ മുതലേ ഏട്ടനായിരുന്നു തനിക്കെല്ലാം. ഏട്ടനും അങ്ങനെ തന്നെയായിരുന്നു. താനെന്ന് വെച്ചാൽ ജീവനാണ്. എന്നും തൻ്റെ വാശികൾക്കെല്ലാം കൂടെ നിന്നിട്ടേയുള്ളൂ. തൻ്റെ ഏത് ആഗ്രഹവും ഒരു പരാതിയുമില്ലാതെ സാധിച്ചു തന്നിട്ടേയുള്ളൂ. സാധിച്ചു തരാൻ പറ്റാത്തതായിട്ടുള്ള വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും തനിക്ക് ഇല്ലായിരുന്നു എന്നതും ഒരു സത്യം തന്നെയായിരുന്നു. പക്ഷേ ഗോപൻ, അതൊരിക്കലും അവർക്ക് അംഗീകരിച്ചു തരാൻ പറ്റുന്നതുമായിരുന്നില്ല. പക്ഷേ മകളെ അത്രയേറെ സ്നേഹിക്കുന്ന ആ അച്ഛനും അമ്മയ്ക്കും അവളുടെ ഇഷ്ടത്തെ അത്ര പെട്ടെന്നൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ ആവില്ലായിരുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ അവർക്ക് വലുത് അപ്പോഴും അവളുടെ ഇഷ്ടമായിരുന്നു. അവളുടെ ജീവിതമാണ്, അവളാണ് ജീവിക്കേണ്ടത്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ അവളുടെ അഭിപ്രായത്തിനായിരിക്കണം മറ്റുള്ളവരെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാകണം അവർ ഗോപനുമായുള്ള കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചത്. എന്തായി മാധവ, അവനെക്കുറിച്ച് അന്വേഷിച്ചോ? ഒരു ദിവസം വൈകിട്ട് പുറത്തുനിന്നും കയറി വന്ന അവളുടെ ഏട്ടൻ മാധവനെ കണ്ട് അവളുടെ അച്ഛൻ ചോദിച്ചു.
ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് അയാൾ അത് ചോദിച്ചതും അയാളുടെ നോട്ടം അവൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. അവൻ്റെ മുഖത്തെ തെളിച്ചമില്ലായ്മയിലേക്കും ദേഷ്യം നിറഞ്ഞ മുഖഭാവത്തിലേക്കും വല്ലാത്തൊരു പകപ്പോടെയാണ് അയാൾ നോക്കിയത്. എന്തുപറ്റി? അയാൾ വീണ്ടും ചോദിച്ചു. ഇനി എന്തു പറ്റാനാണ്? അങ്ങനെ ഒരുത്തനെയാണല്ലോ പുന്നാരമോള് അവൾക്കായി കണ്ടുപിടിച്ചത്. ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മറത്തെ തിണ്ണയിലേക്ക് കയറിയിരുന്നു. നീ കാര്യം തെളിച്ചു പറ മാധവ. ഇങ്ങനെ പറഞ്ഞാൽ എനിക്കെങ്ങനെയാ മനസ്സിലാകുന്നേ? അയാൾ വീണ്ടും അവനോട് ചോദിച്ചു. ഉമ്മറത്തെ സംസാരം കേട്ട് അമ്മയും അപ്പോൾ അവിടേക്ക് എത്തിയിരുന്നു. കയ്യിലെ നനവ് സാരിത്തലപ്പിൽ തുടച്ചുകൊണ്ട് അവർ പറയുന്നത് കേൾക്കാനായി അമ്മയും വാതിൽപ്പടിയോട് ചാരി നിന്നു. താഴത്തും തലയിലും വെക്കാതെയല്ലേ അവളെ നമ്മൾ കൊണ്ടു നടന്നത്? എൻ്റെ അറിവിൽ അവളുടെ എല്ലാ ആഗ്രഹവും നമ്മൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ആഗ്രഹവും നമ്മൾ സാധിച്ചു കൊടുത്തേനെ, അവൻ നല്ലൊരുത്തൻ ആയിരുന്നെങ്കിൽ. പറയുമ്പോൾ അവൻ്റെ ദേഷ്യം ഒന്നുകൂടി കൂടിയിരുന്നു. എന്നുവെച്ചാൽ നീ എന്താ പറഞ്ഞു വരുന്നത്? മനുഷ്യനെ ആദി കയറ്റാതെ ഒന്ന് തെളിച്ചു പറയുന്നുണ്ടോ നീ? ഇത്തവണ അമ്മയാണ് അത് ചോദിച്ചത്. അവൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല അച്ഛാ അവൻ. അവളെ അവൻ എന്തൊക്കെയോ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അവളുടെ മുന്നിൽ അവൻ നല്ലവനാണെന്ന് നാടകം കളിച്ച് അവളെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. അവൻ അവളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ ഇതു മാത്രമല്ല അവൻ്റെ ജോലി. അവന് സ്വന്തമായിട്ടൊരു ചെറിയ ബിസിനസ് ഉണ്ട്. അതിൻ്റെ കൂടെ കള്ളും കഞ്ചാവും പിന്നെ വേറെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഇത് തന്നെയാ പറയാനുള്ളത്. എല്ലായിടത്തും നിന്നും ഇത് തന്നെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുന്നത്? ശ്വാസം വിടാൻ പോലും മറന്നാണ് അമ്മയും അച്ഛനും അവൻ പറയുന്നത് കേട്ടു നിന്നത്. എൻ്റെ ടെൻഷൻ അതല്ല. അവൻ എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് അവളെ. ഇതിൽ നിന്നും എന്തു പറഞ്ഞു പിന്തിരിപ്പിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമ്മളിപ്പോൾ എന്തു പറഞ്ഞാലും അതെല്ലാം വെറുതെ പറയുകയാണെന്നേ അവൾ കരുതുകയുള്ളൂ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തിയതും അവരും എന്തു പറയണമെന്നറിയാതെ നെടുവീർപ്പിട്ടു. എന്തായാലും ഇങ്ങനെയൊരുത്തന് അവളെ പിടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തു പറഞ്ഞിട്ടായാലും അവളെ ഈ ബന്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. അതല്ലാതെ വേറൊരു വഴിയുമില്ല. അച്ഛൻ അത് പറഞ്ഞു നിർത്തുമ്പോഴേക്കും അമ്മ കരയാൻ തുടങ്ങിയിരുന്നു. എൻ്റെ കുട്ടിക്ക് ഇതെന്തു പറ്റിയതാ? ഞങ്ങൾ എന്താ ചെയ്യുക എൻ്റെ ദൈവമേ? അവളുടെ മനസ്സൊന്ന് മാറ്റിത്തരണേ. കരയുന്നതിനിടയിലും അമ്മ കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്. നീ ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? അവളെ എന്തായാലും നമ്മൾ അവന് പിടിച്ചു കൊടുക്കാൻ പോകുന്നില്ല. പിന്നെന്താ? അയാൾ ഭാര്യയെ ആശ്വസിപ്പിച്ചു. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല തലവേദന. അതും പറഞ്ഞുകൊണ്ട് മാധവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റതും ചുമരിന് അപ്പുറത്തു നിന്നും ഒരു നിഴൽ അവളുടെ മുറിയിലേക്ക് നടന്നിരുന്നു. അവൾക്ക് ആകെ വല്ലായ്മ തോന്നി. അവിടെ അവർ സംസാരിച്ചതെല്ലാം അവൾ വ്യക്തമായി കേട്ടതാണ്. തൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്ന ഏട്ടൻ ഇങ്ങനെയൊരു കള്ളം പറയില്ല. അങ്ങനെ കള്ളം പറയാനാണെങ്കിൽ അവർക്ക് കല്യാണത്തിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം തന്നെയില്ലല്ലോ. തൻ്റെ ഇഷ്ടം നടത്തിത്തരാൻ വേണ്ടിയിട്ടാണ് ഗോപനെക്കുറിച്ച് ആലോചിക്കട്ടെ എന്ന് അച്ഛൻ പറഞ്ഞത് തന്നെ. പക്ഷേ അവർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരാളാണോ തൻ്റെ ഗോപൻ? ഒരിക്കലുമില്ല. ഗോപനെക്കുറിച്ച് അങ്ങനെയൊന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ലായിരുന്നു. കൈകൾ തമ്മിൽ തെരുപിടിപ്പിച്ചുകൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം അവളിൽ വന്നു നിറയുന്നുണ്ടായിരുന്നു. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നറിയാത്ത ഒരവസ്ഥ. ആരെ കൈക്കൊള്ളണം ആരെ തള്ളണം എന്നറിയാത്ത അവസ്ഥ. ഒരു ഭാഗത്ത് തന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന അമ്മയും അച്ഛനും ഏട്ടനും, മറുഭാഗത്ത് തന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്നു എന്ന് താൻ വിശ്വസിക്കുന്ന ഗോപനും. താൻ ആരെ വിശ്വസിക്കും ദൈവമേ? അവൾക്ക് വല്ലാത്ത ആശങ്ക തോന്നി. അപ്പോഴാണ് വാതിൽ തുറന്ന് അമ്മയും അച്ഛനും അകത്തേക്ക് വന്നത്. അവരിൽ നിന്നും കേട്ട വാക്കുകൾ അവൾക്ക് വിശ്വസിക്കാനായില്ല. അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് അവനൊരു ചതിയനാണ്, അവനെ വിശ്വസിക്കരുത് എന്ന് അവളുടെ അമ്മ അവളോട് പറഞ്ഞത്. ആ കണ്ണീരും അവളെ വല്ലാത്ത വിഷമത്തിലാക്കിയിരുന്നു. ഈറനണിഞ്ഞ കണ്ണുകളോടെയാണ് അച്ഛനും മുറിയിൽ നിന്നും പുറത്തേക്ക് പോയത്. ഇതുപോലെയൊരു സംഭവം അറിഞ്ഞാൽ അധികം വീട്ടുകാരും അവരുടെ മക്കളെ തല്ലാനും കൊല്ലാനും ഉപദ്രവിക്കാനുമാണ് ശ്രമിക്കാറുള്ളത്. എങ്ങനെയെങ്കിലും അവരുടെ നിയന്ത്രണത്തിലേക്ക് മക്കളെ കൊണ്ടുവരാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ അവളുടെ വീട്ടിലെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. അവനൊരു ചതിയനാണ്, അവനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് തന്നോട് യാചിക്കുന്ന അമ്മയും അച്ഛനും. ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ അകപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. അവരൊന്ന് തന്നോട് ദേഷ്യപ്പെട്ടെങ്കിൽ, ഒന്ന് തല്ലിയെങ്കിൽ എന്നവൾ അന്ന് ആദ്യമായി ആഗ്രഹിച്ചു.
ഫോൺ ബെല്ലടിയുന്നത് കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഗോപനാണ്. പണ്ട് അവൻ്റെ കോൾ വരുമ്പോഴേക്കും ഉത്സാഹത്തോടെ എടുത്തിരുന്ന അവൾക്ക് അന്ന് വല്ലാത്തൊരു വല്ലായ്മ തോന്നി. കുറച്ചു മുൻപ് വരെ അവനെക്കുറിച്ച് കേട്ട വാക്കുകളായിരുന്നു അവളുടെ മനസ്സിലും കാതുകളിലും നിറയെ. അവൾ പതിയെ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു. ഹലോ മീരേ. മറുഭാഗത്തു നിന്നും ഗോപന്റെ ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പതിയെ അവളുടെ തേങ്ങൽ കരച്ചിൽ ചീളുകളായി പുറത്തേക്ക് ഒഴുകിയതും ഗോപന്റെ മുഖം ചുളിഞ്ഞു. എന്താ മീരേ, എന്താ നീ കരയാണോ? അവന്റെ ആശങ്കയോടുള്ള ശബ്ദം അവളുടെ കാതിൽ വന്നു വീണതും അവളിൽ നിന്നും ഒരു കരച്ചിൽ പുറത്തെത്തി. കാര്യം എന്താണെന്ന് പറ മീരേ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഗോപൻ ചോദിച്ചതും അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൂട്ടത്തിൽ അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യങ്ങളും. അവളിൽ നിന്നും കേട്ട കാര്യങ്ങൾ ഗോപനിൽ ഒരു ഞെട്ടലുളവാക്കി. അവൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. തൻ്റെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോവുകയാണോ എന്നവൻ ഭയന്നു. മീരേ, എന്നിട്ട് നീ അതെല്ലാം വിശ്വസിച്ചോ? അവർ പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം ശരിയാണ്. എനിക്ക് സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് ഉണ്ട്. അത് ഞാൻ നിനക്കൊരു സർപ്രൈസ് ആക്കി വെച്ചതായിരുന്നു. എന്നും മറ്റൊരാളുടെ കമ്പനിയിൽ ജോലി ചെയ്ത് എനിക്ക് മടുത്തു. അതുകൊണ്ടാ ഞാൻ സ്വന്തമായി ഒന്ന് തുടങ്ങിയത്. അതൊന്ന് പച്ച പിടിച്ചിട്ട് അവിടെ നിന്നും മാറാമെന്നാണ് കരുതിയിരുന്നത്. അതുമാത്രമല്ല, അവിടെയാകുമ്പോൾ നിന്നെ എപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അതുകൊണ്ടാ ഞാൻ അവിടെ പിടിച്ചു നിന്നത്. അതും നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. പിന്നെ ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കുന്നതാ. സ്വന്തമായി ഒരു ജോലി തുടങ്ങിയപ്പോൾ ആളുകൾക്ക് സഹിച്ചു കാണില്ല. അങ്ങനെ ആരോ എന്തോ കള്ളം പറഞ്ഞു കൊടുത്തതാവും നിന്റെ ഏട്ടനോട്. അല്ലാതെ ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഗോപൻ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ മീരയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. അതായിരിക്കും സത്യം. അങ്ങനെയെങ്കിൽ തൻ്റെ ഏട്ടനും ഗോപനും തന്നോട് കള്ളം പറഞ്ഞതല്ല. അവൾക്ക് സമാധാനം തോന്നി. നീ എന്താ ഒന്നും പറയാത്തത്? ഗോപൻ വീണ്ടും ചോദിച്ചു. ഇല്ല ഗോപ, ഞാൻ ഒന്നും വിശ്വസിച്ചിട്ടില്ല. എനിക്കപ്പോഴേ തോന്നിയിരുന്നു ഏട്ടനെ ആരോ പറ്റിച്ചതാണെന്ന്. മീര അത് പറഞ്ഞതും ഗോപന്റെ ഉള്ളിൽ വികൃതമായൊരു ചിരി നിറഞ്ഞു. ഹാവു, ഇപ്പോഴാ സമാധാനമായത്. മറുഭാഗത്തു നിന്നും ഗോപൻ അത് പറയുമ്പോൾ മീരയുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നിരുന്നു. എങ്കിൽ ഗോപൻ ഒരു കാര്യം ചെയ്യാമോ? ഇവിടെ വീട്ടിൽ വന്നൊന്ന് സംസാരിക്കാമോ? മീര അത് ചോദിച്ചതും ഗോപന്റെ ചിരി പിടിച്ചു കെട്ടിയതുപോലെ നിന്നിരുന്നു. കാരണം അവൻ അറിയാമായിരുന്നു സത്യം എന്താണെന്ന്. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിൽ ചെന്നാൽ അവരൊരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും. പാറുമോള് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് കരഞ്ഞപ്പോഴാണ് മീര ചിന്തകളിൽ നിന്നും പുറത്തെത്തിയത്. അവൾ പതിയെ കുഞ്ഞിനരികിലായി കിടന്നുകൊണ്ട് തട്ടിക്കൊടുത്തു. തൻ്റെ ചൂട് പറ്റി വീണ്ടും ഉറങ്ങിത്തുടങ്ങിയ കുഞ്ഞിൻ്റെ നെറ്റിയിൽ അവൾ പതിയെ ചുണ്ടു ചേർത്തു. പിന്നീട് തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊന്നും അവൾക്ക് ചിന്തിക്കാൻ പോലും ആകുന്നതായിരുന്നില്ല. ഗോപന്റെ വാക്കുകളിൽ വീണുപോയ താൻ ഒരു രാത്രിയിൽ അമ്മയെയും അച്ഛനെയും തൻ്റെ കൂടപ്പിറപ്പിനെയുമെല്ലാം ഉപേക്ഷിച്ച് ഗോപന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ നിന്നും സ്വസ്ഥതയും സമാധാനവുമെല്ലാം എന്നേക്കുമായി പടിയിറങ്ങുകയാണെന്ന്. അതെ, എല്ലാം ഗോപന്റെ ചതിയായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച യാതൊരു കുഴപ്പവുമില്ലാതെ കടന്നുപോയി. എന്നാൽ അതിനുശേഷമാണ് അറിയുന്നത് ഗോപന്റെ വലിയ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ് താനെന്ന്. മുംബൈയിൽ നിന്നും വലിയ ബിസിനസ്സുകാർക്ക് വേണ്ടിയാണ് തന്നെ അവൻ കള്ളസ്നേഹം കാണിച്ച് അവിടേക്കെത്തിച്ചത്. അതിന് പ്രതിഫലമായി അവന് കിട്ടാൻ പോകുന്നത് കോടികളായിരുന്നു. അന്നത്തെ രാത്രിയിൽ അവിടെ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഇന്നും ഓർക്കാൻ പോലും വയ്യ. എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്ന തനിക്കരികിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചതായിരുന്നു നിർമ്മല എന്ന നിർമ്മലേച്ചിയെ. അവിവാഹിതയായ അവർക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല. പിന്നീട് താനായിരുന്നു അവർക്കെല്ലാം, തനിക്ക് അവരും. അധിക ദിവസം കഴിയുന്നതിനു മുൻപേ മാസമുറ തെറ്റുകയും തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു ജീവൻ നാമ്പിടുകയും ചെയ്തെന്ന് അവൾ മനസ്സിലാക്കി. ഗോപൻ തന്നെ ചതിച്ചതാണ്. എങ്കിലും രണ്ടുപേരും അത്രയും ഇഷ്ടത്തോടെ സംഗമിച്ചപ്പോൾ ഉരുവായതാണ് ആ കുഞ്ഞു ജീവൻ. ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? അവളുടെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കാൻ ആവുമായിരുന്നില്ല. വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാൻ ഒരുപാട് തവണ ആലോചിച്ചതാണ്. പക്ഷേ അവരെക്കാളും അവരുടെ വാക്കുകളെക്കാളും മറ്റൊരുത്തന് വില കൊടുക്കുകയും അവരെ നിഷ്കരുണം തള്ളിക്കളയുകയും ചെയ്ത തനിക്ക് അവരുടെ മുൻപിൽ ചെന്നു നിൽക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അതിനുള്ള മനക്കരുത്തുണ്ടായിരുന്നില്ല. കുറ്റബോധം തൻ്റെ മനസ്സിനെയും കാലുകളെയും പിടിച്ചു കെട്ടിയിരുന്നു.
എന്നാൽ ഇപ്പോൾ മീരയുടെ മനസ്സ് വളരെ ഭാരത്തിലാണ്. തൻ്റെ ആയുസ്സ് എണ്ണപ്പെട്ടിരിക്കുന്നു. ഈ പൊടിക്കുഞ്ഞിനെ താൻ ആരെ ഏൽപ്പിക്കും? നിർമ്മലേച്ചി അവളെ പൊന്നുപോലെ നോക്കും. പക്ഷേ അവർക്കും പ്രായമായി വരികയാണ്. കൂടാതെ അവർക്ക് ഹാർട്ടിന് പ്രശ്നവുമുണ്ട്. മനുഷ്യൻ്റെ അവസ്ഥയാണ്, ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ താൻ മതിയായിരുന്നു തൻ്റെ മകൾക്ക്. ചിന്തകൾ അവളുടെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി. നല്ല ക്ഷീണമുള്ളതുകൊണ്ടാകണം അവളുടെ കണ്ണുകളിൽ ഉറക്കം പതിയെ സ്ഥാനം പിടിച്ചത്. ക്ഷീണം കുറച്ചൊന്നു മാറിയപ്പോൾ അവൾ പതിയെ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. ഓഫീസ് ജോലി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും അവളുടെ അവസ്ഥ വളരെ ദയനീയമായി തുടങ്ങിയിരുന്നു. പക്ഷേ ശരീരം കാർന്നു തിന്നുന്ന വേദനയിലും അതിനേക്കാളേറെ അവളുടെ മനസ്സിനെ അലട്ടിയത് തൻ്റെ മകളെക്കുറിച്ച് ആലോചിച്ചായിരുന്നു. വീണ്ടും ദിവസം മുൻപോട്ട് പോയതും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെയൊരു ദുഃഖം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നിർമ്മലേച്ചിയുടെ മരണം അറ്റാക്കായിരുന്നു. ചിറകറ്റ പക്ഷിയെപ്പോലെ അവൾ തീർത്തും തളർന്നുപോയി. അതുവരെ എല്ലാത്തിനും തനിക്കൊരാശ്വാസമായിരുന്നു അവർ. തൻ്റെ വലംകൈ ആയിരുന്നു അവർ. അതാണിപ്പോൾ നഷ്ടപ്പെട്ടത്. പിന്നീട് അവൾക്ക് വല്ലാത്ത മനപ്രയാസമായിരുന്നു. കരഞ്ഞു കരഞ്ഞു കണ്ണുനീർ വാർന്നിരിക്കുന്നു. ജീവിക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഭാഗ്യമില്ലെന്ന് ഓർത്തതും അവൾ പാറുമോളെയും ചേർത്തു പിടിച്ച് ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ നിശബ്ദമായി കരഞ്ഞു. ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്ന അയാൾ പെട്ടെന്ന് ഇരുന്നിടത്തു നിന്നും ധൃതിയിൽ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നോക്കി. സുധേ! അയാൾ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. വിളി കേട്ടതും അടുക്കളപ്പണിയിലായിരുന്നവർ ഉമ്മറത്തേക്ക് നടന്നു. നനഞ്ഞ കൈ സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്ന അവർ കാണുന്നത് മുറ്റത്ത് ഒരു പെൺകുഞ്ഞിൻ്റെ കൈയും പിടിച്ചു നിൽക്കുന്ന തൻ്റെ മകളെയാണ്. അവരുടെ കണ്ണുകളിൽ കാർമേഘം ഉരുണ്ടുകൂടി പെയ്തു തുടങ്ങി. അവരിൽ നിന്നും ഒരു കരച്ചിൽ പുറത്തേക്ക് അടർന്നു വീണതും അവർ ഭർത്താവിനെയൊന്നു നോക്കി. അവളുടെ അച്ഛൻ്റെ കണ്ണുകളും അപ്പോഴേക്കും നിറഞ്ഞൊഴുകിയിരുന്നു. മോളെ അകത്തേക്ക് വിളിക്ക് സുധേ! അയാൾ അത് പറഞ്ഞതും അവർ വേഗത്തിൽ ചെന്ന് അവളുടെ കൈ പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മുത്തങ്ങൾ കൊണ്ട് മൂടി. അവൻ വന്നില്ലേ മോളെ? അവളുടെ കൂടെ ആരുമില്ലെന്ന് കണ്ട് അമ്മ ചോദിച്ചു. അവൾ അതിന് വെറുതെ ഒന്ന് ചിരിച്ചു. ഇപ്പോൾ പോലും തന്നോടൊരു വെറുപ്പോ ദേഷ്യമോ കാണിക്കാത്ത അവരെ കാണുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മതി കരഞ്ഞത്. സാരമില്ല, എൻ്റെ മോള് വന്നല്ലോ, അത് മതി. അവരവളുടെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു കൊടുത്തു. എന്തു കോലമാ പെണ്ണേ ഇത്? നീ ഒന്നും തിന്നാറില്ലേ? വല്ലാതെ ക്ഷീണിച്ച് കോലം കെട്ടു പോയല്ലോ നീ. അവരവളുടെ മുടി മാടിയൊതുക്കിക്കൊണ്ട് ചോദിച്ചു. അതിനും അവൾ വെറുതെ ഒന്ന് ചിരിച്ചതേയുള്ളൂ. അപ്പോഴേക്കും അവളുടെ അച്ഛൻ വന്ന് വേഗം അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. അമ്മച്ചൻ്റെ മോളിങ് വന്നേ. മോൾക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? അയാൾ കുഞ്ഞിൻ്റെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. കുഞ്ഞു മീരയെ നോക്കിയപ്പോൾ അവൾക്ക് എല്ലാവരെയും അറിയാം അല്ലേ മോളെ എന്ന് മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാറുമോള് അമ്മച്ചനെന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അയാൾ കുഞ്ഞിൻ്റെ കവിളിൽ അരുമയായി ചുണ്ടു ചേർത്തു. അയാളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞിരുന്നു. അപ്പോ ഇതാരാ? അയാൾ അവളുടെ അമ്മയെ ചൂണ്ടി ചോദിച്ചതും പാറുമോള് അമ്മമ്മ എന്ന് പറഞ്ഞു. സുധ അവളുടെ കുഞ്ഞിക്കൈ രണ്ടും പിടിച്ചെടുത്ത് തൻ്റെ നിറഞ്ഞ കണ്ണുകളോട് ചേർത്ത് വെച്ചു. അപ്പോഴാണ് എല്ലാം കണ്ടുകൊണ്ട് വാതിൽക്കൽ നിൽക്കുന്ന മാധവനിലേക്ക് മീരയുടെ നോട്ടം ചെന്നത്. എപ്പോഴും തന്നെ കൊഞ്ചിച്ചും ലാളിച്ചും കൂടെ നടന്നിരുന്ന ഏട്ടനെ ഓർമ്മ വന്നതും അവളുടെ ചുണ്ടുകൾ വിറപൂണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും മാധവൻ അവൾക്ക് നേരെ തൻ്റെ രണ്ട് കൈയും നീട്ടിപ്പിടിച്ചു. അവളൊരു കൊച്ചു കുഞ്ഞിനെപ്പോലെ അവൻ്റെ കൈകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒത്തിരി കരഞ്ഞു. അവളുടെ മുടിയിലൂടെ പതിയെ തലോടുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. മാധവൻ്റെ കൂടെ നിന്നിരുന്ന അവൻ്റെ ഭാര്യ ഗായത്രി വേഗം ചെന്ന് കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിക്കവിളിൽ ചുണ്ടു ചേർത്തു. 4 വർഷമായി ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന അവൾക്ക് പാറുമോളെ കാണുമ്പോൾ വല്ലാത്തൊരു ആനന്ദം തോന്നിയിരുന്നു. അവൾക്ക് മാത്രമല്ല, അവിടെയുള്ള എല്ലാവർക്കും. മീരയ്ക്ക് എന്തെന്നറിയാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു. തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആശങ്കകളെല്ലാം മാറി വലിയൊരു സമാധാനം വന്നു നിറയുന്നത് പോലെ. അപ്പോഴും ജീവിക്കാനുള്ള കൊതി അവളെ വല്ലാതെ തളർത്തിയിരുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ മീരയും ഗായത്രിയും തമ്മിൽ നല്ല കൂട്ടായിരുന്നു. പാറുമോള് പിന്നെ എല്ലാവരോടും വല്ലാത്ത അടുപ്പമായിരുന്നു. ആദ്യമായി കാണുന്ന യാതൊരു പ്രശ്നവും അവൾക്കില്ലായിരുന്നു. മീര പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ നിന്നും ഗായത്രിയെ ഒഴിച്ച് അവൾക്കെല്ലാവരെയും അറിയാമായിരുന്നു. ആ വീട്ടിൽ പാറുവിൻ്റെ കളിയും കൊഞ്ചലും എപ്പോഴും നിറഞ്ഞു നിന്നു. അമ്മച്ചനും അമ്മമ്മയും മാമനും മാമിയുമുള്ള ലോകത്ത് അവൾ പാറി പറന്നുകൊണ്ടിരുന്നു.
അപ്പോഴും നിർമ്മലേച്ചി അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദന തന്നെയായിരുന്നു. അമ്മ എന്ന് വിളിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അമ്മ തന്നെയായിരുന്നു തനിക്കവർ, അവർക്ക് താൻ മകളും. പാറുമോള് ഇടയ്ക്ക് ചോദിക്കും, നിർമ്മലയമ്മമ്മ എവിടെ പോയെന്ന്. അവൾ വരുമെന്ന് പറഞ്ഞ് വെറുതെ ആശ്വസിപ്പിക്കും. ഗോപൻ എവിടെ പോയെന്ന എല്ലാവരുടെയും ചോദ്യത്തിന് അവളിൽ നിന്നും കേട്ട ഉത്തരം എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. അവൾ പറയുന്നത് കേട്ട് അമ്മ കരയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അവളുടെ രോഗത്തെക്കുറിച്ച് അവൾ ഒന്നും പറഞ്ഞില്ല. താൻ വന്നതിൽ ഇത്രയേറെ സന്തോഷിച്ചിരിക്കുന്ന അവരുടെ മുഖത്ത് നോക്കി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് താനെന്ന് എങ്ങനെ താൻ പറയും? വേണ്ട, കുറച്ചു കാലമാണെങ്കിലും ഒന്നും അറിയാതെ അവരെങ്കിലും സന്തോഷിക്കട്ടെ, അവൾക്ക് തോന്നി. പക്ഷേ 2 ദിവസത്തിനകം തന്നെ എല്ലാവരും സത്യം അറിഞ്ഞിരുന്നു. ഒരു തലചുറ്റൽ, മൂക്കിൽ നിന്നും ചോര വന്ന് ബോധമില്ലാതെ കിടന്നവളെയും കൊണ്ട് ശ്വാസം അടക്കിപ്പിടിച്ചാണ് അവർ ആശുപത്രിയിലേക്ക് പാഞ്ഞത്. ഡോക്ടറിൽ നിന്നും കേട്ട വാക്കുകൾ എല്ലാവരെയും തളർത്തിയിരുന്നു. അല്ലെങ്കിലും അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുമ്പോൾ മകൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നത് ആർക്കാണ് സഹിക്കാനാവുക? ബെഡിൽ തളർന്നു കിടക്കുന്ന അവളെ എല്ലാവരും വേദനയോടെ നോക്കി. അമ്മ അവൾക്കരികിൽ ചെന്നിരുന്ന് ഒരുപാട് കരഞ്ഞു. അപ്പോഴും അവളുടെ നോട്ടം തൻ്റെ സഹോദരൻ്റെ തോളിൽ ചേർന്ന് കിടക്കുന്ന തൻ്റെ കുഞ്ഞിലായിരുന്നു. അതെ, തൻ്റെ കുഞ്ഞിന്ന് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ്. അവൾ സമാധാനത്തോടെ കണ്ണുകൾ ഇറുക്കെ അടച്ചു. തലയിൽ ആരോ തലോടുന്നത് പോലെ തോന്നിയപ്പോഴാണ് മീര കണ്ണുകൾ തുറന്നത്. മുൻപിലിരിക്കുന്ന മാധവനെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ മോള് പേടിക്കണ്ട. നിന്റെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടത് എന്തായാലും അത് ഈ ലോകത്ത് എവിടെ ചെന്നിട്ടായാലും അത് ഈ ഏട്ടൻ മോൾക്ക് ചെയ്തു തരും. അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് മാധവൻ അത് പറയുമ്പോൾ 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ കുഞ്ഞ്, മീര പറഞ്ഞതും മാധവൻ അവളെ തടഞ്ഞു. പാറുമോള് എൻ്റെയും മോളല്ലേ, നമ്മുടെയൊക്കെ മോളല്ലേ. എനിക്ക് നീ തന്നെയാണ് അവൾ. മീര മാധവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച് തൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചു. പിന്നെ പതിയെ കണ്ണടയ്ക്കുമ്പോൾ അവളുടെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊലിച്ചിറങ്ങി അവൻ്റെ കൈകളെ നനച്ചിരുന്നു. പാറുമോളുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് ഉമ്മറത്തിരിക്കുകയാണ് എല്ലാവരും. അമ്മയ്ക്കരികിലായി മീരയും ഇരിക്കുന്നുണ്ട്. മാധവൻ്റെ സുഹൃത്താണ് ഇപ്പോൾ മീരയെ നോക്കുന്നത്. എല്ലാവരിലും തൻ്റെ ആയുസ് നീട്ടിക്കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ മുൻപിലുള്ളത് ദിവസങ്ങളാണോ മാസങ്ങളാണോ എന്നറിയില്ല. എങ്കിലും പ്രതീക്ഷകളെക്കാളേറെ താനും ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ആയുസ് ഇനിയും ഒരുപാട് വർഷങ്ങളിലേക്ക് നീട്ടിക്കിട്ടിയിരുന്നെങ്കിലെന്ന്. കാരണം സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരുടെ ഉള്ളിൽ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലായിരുന്നു അവൾക്ക്. അവൾ ദൂരെ മാനത്തേക്ക് നോക്കി. പുതിയൊരു പുലർക്കാലവുമായി തിരിച്ചു വരാനായി സൂര്യൻ യാത്ര പറയാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ മുന്നോടിയായി തൻ്റെ ചായങ്ങളെല്ലാം വിതറി ആകാശം അതിമനോഹരമാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു സൃഷ്ടികളിലൊന്ന്. താനും ആ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. പുതിയൊരു പുലർക്കാലം പോലെ പുതിയൊരു തുടക്കം തനിക്കും തൻ്റെ സൃഷ്ടാവ് തന്നിരുന്നുവെങ്കിൽ അവൾ ആഗ്രഹിച്ചു. കവിളിലൊരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നുണർന്നത്. നോക്കിയപ്പോൾ പാറുമോളാണ്. അവളുടെ കുഞ്ഞു ചുണ്ടുകൾ വീണ്ടും വീണ്ടും തൻ്റെ കവിളിൽ അമർന്നതും ആ തണുപ്പ് പതിയെ അവളുടെ ഹൃദയത്തിലേക്കും അരിച്ചിറങ്ങിയിരുന്നു.